ഹലോ, വെൽക്കം ബാക്ക്. പിക്ക് ആൻഡ് മിക്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചട്ടിച്ചോറാണ്. ഇപ്പോൾ കുറച്ച് മുന്നേയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം കണ്ടുകൊണ്ടിരുന്ന ഒന്നാണ് ചട്ടിച്ചോറ്. അപ്പം നമ്മൾ ഇന്ന് ചട്ടിച്ചോറ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചട്ടിച്ചോറ് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ചമ്മന്തിയാണ്. അതിലേക്ക് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് മാങ്ങയാണ്. മാങ്ങയും അതുപോലെ ഉണക്കമുളകും, നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ എടുത്തിട്ടുള്ള ഉണക്കമുളകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അടിച്ചെടുക്കുക. അത് അരഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് മീൻ കറിയാണ്. നമുക്കിന്നിവിടെ അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അയില കറിയും അതുപോലെ അയില ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അയില കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 4-5 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുക. നമ്മളെ മീൻകറി എന്ന് പറയുമ്പോൾ നല്ല എരിവും പുളിയും ഉള്ള മീൻകറിയാണ് കേട്ടോ. നമ്മൾ പല രീതിയിലും മീൻകറി തയ്യാറാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഈ രീതിക്കാണ് തയ്യാറാക്കുന്നത്. അതിനിടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ആ ചോറൊന്ന് വാർത്തെടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മീൻകറി ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ പെട്ടെന്നുള്ള ഒരു മീൻകറിയാണ്. അതിന് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തക്കാളിയും പച്ചമുളകും കൂടെ വാട്ടിയെടുക്കുക. അതൊന്ന് ഏകദേശം വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മസാലപ്പൊടികൾ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മസാലപ്പൊടികളൊന്നും ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്ത വീഡിയോ ഇല്ല. നമ്മൾ ഫുൾ വീഡിയോയും കൂടെ കാണിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്, ഫുള്ളായിട്ട് റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മളതിലേക്ക് മസാലപ്പൊടികളിലൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത്, പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കറി തയ്യാറാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അയില ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ തിരുമ്മിയെടുക്കുന്നുണ്ട്. ഇതിന് നമ്മളിവിടെ കായം കൂട്ടുകയാണെന്നാണ് പറയാറ് കേട്ടോ. അങ്ങനെ മീൻ ഏകദേശം കായം കൂട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മീൻ മസാലയൊക്കെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിപ്പോൾ നമ്മൾക്ക് ഇവിടെ അടുപ്പ് ഒഴിവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കറി തയ്യാറായി വന്നിട്ടുണ്ട്. അത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി അതേ അടുപ്പിലേക്ക് തന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിൽ മീൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് സോയാബീൻ ഫ്രൈ ആണ്. നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പി, അല്ലെങ്കിൽ അവർക്ക് ചോറ് കൂട്ടാനൊക്കെ ആയിട്ട് കൊടുത്തു വിടുന്ന ഒന്നാണ് ഈ സോയാബീൻ ഫ്രൈ. അപ്പോൾ നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മസാല തിരുമ്മി വെച്ചു. ആ സമയത്ത് നമ്മൾ മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ഇന്ന് ബീട്രൂട്ട് ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെയാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബീട്രൂട്ടൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ അങ്ങനെ വെക്കാറുണ്ടോ? നമ്മളിവിടെ എന്തൊക്കെ പച്ചക്കറിയാണ് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ അങ്ങനെ മിക്സ് ആക്കിയിട്ടും വെക്കാറുണ്ട് കേട്ടോ. ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. വെറും ബീട്രൂട്ട് മാത്രമായിട്ട് വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റിയാണ്. ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഉപ്പേരി വെക്കുമ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്കും. അപ്പോൾ നമ്മളുടെ അന്നത്തെ ഉപ്പേരി എന്ന് പറയുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെയാണ്. അത് ഉപ്പിട്ടിട്ട് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഇതാ നമ്മൾ മീൻ കറിയിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വറുത്തെടുത്തു. അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് മീൻ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സോയാബീൻ ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കിയെടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഉപ്പേരി കടുക് വറുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ട് തട്ടിക്കൊടുത്തു. അപ്പോൾ ഇതാ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ മറ്റടുപ്പത്ത് നമ്മളെ സോയാബീൻ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ മുട്ട പൊരിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം സവാളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ സാധാരണ ഓംപ്ലേറ്റ് ഒക്കെ അടിക്കുന്ന അതേ രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓംപ്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ദാ ഓംപ്ലേറ്റ് റെഡിയാക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് വാഴയില അത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ചട്ടിയിലാണ് ചട്ടിച്ചോറ് തയ്യാറാക്കുന്നത്. അതിലേക്കായിട്ട് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വാഴയില വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ നടുക്ക് ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ അതിൻ്റെ മുകളിലേക്കായിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ സൈഡിൽ കൂടെ നമ്മൾ ഉപ്പേരി വെച്ച് കൊടുത്തു. പിന്നെ സോയാബീൻ ഫ്രൈ ചെയ്തത് വെച്ച് കൊടുത്തു. നമ്മൾ ചമ്മന്തി ഇതാ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് സ്ക്വിഡ് ഫ്രൈ ചെയ്തതാണ്. ഫ്രൈ അല്ല, റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ റെസിപ്പി നമ്മളിതിലില്ല കേട്ടോ. പിന്നെ നമ്മൾ പുളിയിഞ്ചി വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു, നാരങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ ഓംപ്ലേറ്റ്, പപ്പടം, മീൻ. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാറ്റി വെച്ചു. പിന്നെ ഇതാ നമ്മൾ മോരും വെള്ളം അല്ലെങ്കിൽ സംഭാരം എന്നൊക്കെ പറയില്ലേ, അത് റെഡിയാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയല്ല, മോരാണ്, നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയതാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചട്ടിച്ചോറും അതിൻ്റെ കൂടെ നമ്മൾ മോരും വെള്ളം കൂടിയും വെച്ച് കൊടുത്തു. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.